ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുകെ മാൽദീവ്സ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം. സൈനികർക്ക് ആദരമർപ്പിച്ച് രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 311 റൺസ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തലസ്ഥാനമായ മാലെയിലെ റിപ്പബ്ലിക് ചത്തുരത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. ചടങ്ങിൽ പ്രധാനമന്ത്രിക്കും മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനും ഗാർഡ് ഓഫ് ഓണർ നൽകി. പ്രസിഡന്റ് മുയിസുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മാൽദീവ്സ് സന്ദർശിച്ചത്. ഇന്ത്യ മാൽദീവ്സ് പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാൽദീവ്സ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സ്പീക്കർ അബ്ദുൾ റഹീം അബ്ദുള്ള, മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാതന്ത്ര്യത്തിന്റെ 60ാം വാർഷികത്തിൽ മാൽദീവ്സ് ജനതയ്ക്കും സർക്കാരിനും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 60 വർഷം പിന്നിടുന്ന വേളയിൽ സമാധാനം, അഭിവൃദ്ധി, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സ്ഥിരത എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുകെ മാൽദീവ്സ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തമിഴ്നാട്ടിലെത്തും. തൂത്തുക്കുടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും. നാളെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിലെ പൊതുപരിപാടിയിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സ്മരണാർത്ഥം പ്രത്യേക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കും. ഇന്ത്യയും ബ്രിട്ടനും അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ വിവിധ മേഖലകളിൽ അനന്ത സാധ്യതകൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാര കരാർ നാഴികക്കല്ലാണെന്ന് വിശേഷിപ്പിച്ച ശ്രീ പീയൂഷ് ഗോയൽ പ്രബൽ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ കരാർ ഇതിൽ ഉൾപ്പെടുത്തിയതിനെയും പ്രശംസിച്ചു. एक गेम चेंजिंग फ्री ट्रेड एग्रीमेंट जो अपार अवसर लेके भारत के किसानों के लिए, भारत के उद्यमियों के लिए, एमएसएमई सेक्टर के लिए, कामगारों के लिए, युवा युवतियों के लिए, मछुआरों के लिए, हर वर्ग के लिए अलग अलग लाभ, बड़ा लाभ देने का काम करेगा. अभी तक जितने फ्री ट्रेड एग्रीमेंट हुए उसमें सबसे बड़ा, महत्वपूर्ण और कॉम्प्रिहेंसिव फ्री ट्रेड एग्रीमेंट यूके और इंडिया का रहा है. ഇതുവരെ ഒപ്പുവച്ചതിൽ ഏറ്റവും ബൃഹത്തായതാണ് ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാറെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ത്യൻ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകൾ ലഭിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 1999ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ കാർഗിലിന് സമാനമായ ധീരതയാണ് ഇന്ത്യൻ സേന കാഴ്ചവച്ചതെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയും പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠും പങ്കെടുത്തു. കേരളത്തിലും വിവിധ പരിപാടികളോടെ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ച് ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂളുകളുടെയും കുട്ടികളുടെ സൌകര്യങ്ങളുടെയും സുരക്ഷാ ഓഡിറ്റ്, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള പരിശീലനം, കൌൺസിലിംഗ് എന്നിവയിലൂടെ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളിലേക്ക്.
ദുരന്ത നിവാരണ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്കൂളുകൾ സുരക്ഷാ ഓഡിറ്റുകൾക്ക് വിധേയമാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകുന്നു. മോക്ക് ഡ്രില്ലുകൾ, പ്രഥമ ശുശ്രൂഷ, സുരക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അടിയന്തര തയ്യാറെടുപ്പിൽ സ്കൂൾ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അവബോധം നൽകേണ്ടതുണ്ട്. കൌൺസിലിംഗ് സേവനങ്ങൾ, സാമൂഹിക ഇടപെടൽ സംരംഭങ്ങൾ എന്നിവയിലൂടെ മാനസികാരോഗ്യത്തിനും വൈകാരിക ക്ഷേമത്തിനും മുൻഗണന നൽകണം. അപകടകരമായ സാഹചര്യവും സംഭവവും 24 മണിക്കൂറിനുള്ളിൽ നിയുക്ത സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശ അതോറിറ്റിയെ അറിയിക്കണം. സ്കൂളുകൾ, പൊതുയിടങ്ങൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന ഗതാഗത മാർഗ്ഗങ്ങൾ എന്നിവയിലെ അപകടകരമായ സാഹചര്യങ്ങൾ തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ പ്രോത്സാഹിപ്പിക്കണം. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ സംഭവം, രാജസ്ഥാനിലെ ഝാലാവാറിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്ന് കുട്ടികൾ മരിച്ച സംഭവം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബഹിരാകാശ രംഗം എന്നതുപോലെ ആണവോർജ്ജ മേഖലയും സ്വകാര്യ പങ്കാളികൾക്ക് തുറന്നു നൽകാൻ സർക്കാർ പദ്ധതിയിടുകയാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ ട്രെയിനിംഗ് സ്കൂളിൽ 68ാമത് ബാച്ച് സയന്റിഫിക് ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പരിപാടിയുടെ മലയാള പരിഭാഷയും തുടർന്ന് കേൾക്കാം. സൌമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ജയിൽ സുരക്ഷ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയത്. മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 30 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് കട്ടിപ്പാറയിൽ പാറയിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട് 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ 4 ഷട്ടറുകൾ ഉയർത്തി. അരുവിക്കര അണക്കെട്ടിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പാർലമെന്റ് അംഗം എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച 17 എംപിമാർക്ക് സൻസദ് രത്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ബിജെപി എംപിമാരായ രവി കിഷൻ, ദിനേശ് ശർമ്മ, കോൺഗ്രസിലെ വർഷ ഗൈക്വാഡ്, എൻസിപി എസ്പിയിലെ സുപ്രിയ സുലെ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ये सांसद रत्न अवार्ड है. ये एक तरीके से प्राइम हमारे जो एमपीज का परफॉर्मेंस है उसको रिकॉग्निशन किया गया. उनका अच्छा काम का, उसका आउटस्टैंडिंग परफॉर्मेंस को रिकॉग्नाइज किया गया है. तो मैं सारा एमपीज को बधाई देता हूं, अभिनंदन करता हूं कि अवार्ड का वो सब हकदार है. സന്നദ്ധ സംഘടനയുടേതാണ് സൻസദ് രത്ന പുരസ്കാരം. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ്. ഇന്ത്യയുടെ 358 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 669 റൺസ് നേടി. രണ്ടാം ഇന്നിംഗ്സ് തകർച്ചയോടെ തുടങ്ങിയ ഇന്ത്യയ്ക്ക് സ്കോർ ബോർഡിൽ റൺസ് കൂട്ടിച്ചേർക്കുന്നതിന് മുൻപ് 2 വിക്കറ്റ് നഷ്ടമായി. 4ാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റിന് 61 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ ഇംഗ്ലണ്ടിന് 250 റൺസ് ലീഡാണ് ഉള്ളത്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടുന്നു. ജോർജിയയിലെ ബറ്റൂമിയിലാണ് മത്സരം. രണ്ടാം മത്സരം നാളെ നടക്കും. സമനില വന്നാൽ മറ്റന്നാൾ നടക്കുന്ന ടൈ ബ്രേക്കറിലൂടെ വിജയിയെ നിശ്ചയിക്കും. ഇന്ന് ലോക കണ്ടൽ ദിനം. ജൈവ വൈവിധ്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കണ്ടൽക്കാടുകൾ റേഡിയോ തരംഗങ്ങൾ കൈമാറുന്നതിലും ചുഴലിക്കാറ്റ് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പശ്ചിമ ബംഗാളിലെ സുന്ദർബനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. UK മാൽദീവ്സ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നിർവഹിക്കും. സൈനികർക്ക് ആദരമർപ്പിച്ച് രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 311 റൺസ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.